24 years ago, മോളിവുഡിൽ ഒരു പുതിയ ജോണർ ഓഫ് മൂവീസ് പിറവിയെടുത്തു. ഒരു ജീവി, വല്ലാത്തൊരു ക്രീച്ചർ എന്നെ ആക്രമിക്കാൻ വന്നു. Yes guys, the first monster movie of Mollywood. And it's still the best one they ever made. കാരണം ഇത് കഴിഞ്ഞൊരു മോൺസ്റ്റർ മൂവി മലയാള സിനിമയിൽ പിന്നെ ഉണ്ടായിട്ടില്ല. നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടോണ്ടിരിക്കണേ. So guys, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പടമാണ് അഗ്നി നിലാവ്. Released in 1991. അന്തകാലത്ത് മൈക്കൽ ജാക്സന് വരെ ഒരു ട്രിബ്യൂട്ട് കൊടുത്ത പടം. ഒരു നല്ല സ്റ്റെപ്പെങ്കിലും ഇട്ടുവിടടോ. നിന്റെ സ്റ്റെപ്പ് ഒന്ന് കാണട്ടെ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ രേഖ എന്ന പെൺകുട്ടിയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. നിരാശ നിറഞ്ഞ ബാല്യം, 24 മണിക്കൂറും ജോലി എന്ന് പറഞ്ഞു നടക്കുന്ന സയന്റിസ്റ്റ് ആയ ഒരു ഡാഡി, ചോരത്തിളപ്പ് മൂലം വഴിതെറ്റിപ്പോയൊരു മമ്മി, ചോരത്തിളപ്പും അഹങ്കാരവും അമ്മയെ വഴിതെറ്റിച്ചു. ഇവർക്കിടയിൽ പെട്ടുപോയ ഒരു ബാല്യം. ഈ മമ്മിയും ഡാഡിയും എവിടെയാ പോയിരിക്കുന്നത്? അവർക്കെന്നെ വേണ്ടേ വേണ്ട. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവളുടെ മമ്മിയുടെ ചോരത്തിളപ്പ് കണ്ട് ദേഷ്യം വന്ന ഡാഡി, നിർത്തടി നിന്റെ ചോരത്തിളപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ മമ്മിയെയും അവരുടെ കാമുകനെയും കൊന്ന് ജയിലിൽ പോകുന്നത്. അങ്ങനെ ആ പെൺകുട്ടി അനാദിയായി വളർന്ന് ഒരു മോഡലായി മാറുകയാണ്. ഒരു നല്ല മോഡലിന് നല്ല പേയ്മെന്റ് കിട്ടും. ആൻഡ് അവൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇവരുടെ അത്രയും വെറൈറ്റി പരസ്യങ്ങൾ മറ്റാരും ചെയ്യത്തില്ല. ഇവർ അഡ്വർടൈസ്മെന്റ് ചെയ്ത ബ്രാൻഡുകളാണ് ബ്യൂട്ടി ബ്രേസിയേഴ്സ്. എവിടെന്നാണ് സഹോദരി ഇത്രയും ഭംഗിയുള്ള ബ്രേസിയേഴ്സ് സംഘടിപ്പിച്ചത്? ബ്യൂട്ടി ബ്രേസിയേഴ്സ്, നല്ല സൗന്ദര്യം, നല്ല സൗകര്യം. സഹോദരി, ഈ ബ്രേസിയർ ഫോറിനാണോ അതോ ഇറക്കുമതിയോ? 100% നാടനാണ് എന്റെ ബ്രേസിയർ. ബ്യൂട്ടി ബ്രേസിയേഴ്സ്. പിന്നെ ദി മൾട്ടിനാഷണൽ ബ്രാൻഡ് ആനമാർക്ക് കൺമഷി. ഞാൻ എന്റെ കണ്ണുകൾ എഴുതിയിരിക്കുന്നതേ ആനമാർക്ക് കൺമഷി കൊണ്ടാണ്. ആനമാർക്ക് കൺമഷി, നീ എന്നെയും ഒന്ന് സുന്ദരനാക്കൂ, ഈ ശകുന്തളയെ പോലെ. ഈ പരസ്യം കണ്ടാൽ ആരായാലും ഒരു കൺമഷി വാങ്ങിയിരിക്കും. മര്യാദയ്ക്ക് ആനമാർ കൺമഷി വാങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് പുതിയൊരു പരസ്യം ചെയ്യാനുള്ള പ്രൊജക്ട് കിട്ടുന്നത്. വസുമതി സിൽക്ക് സാരീസിന് വേണ്ടി ഒരു പരസ്യ ചിത്രമാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. സോ വസുമതി സിൽക്സ് ആൻഡ് സാരീസിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി ഇവർ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയി അവിടെയുള്ള ഒരു റിസോർട്ടിൽ താമസമാക്കുകയാണ്. വെൽക്കം ടു ദിസ് ജംഗിൾ പാരഡൈസ്. വസുമതി സിൽക്സ് ആൻഡ് സാരീസിന് വേണ്ടി ഇവരെടുക്കാൻ പോകുന്ന പരസ്യമാണ് മറയ്ക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത കാട്ടുമങ്കകൾ അണിയുന്ന വസുമതി സിൽക്ക് സാരീസ്. യെസ് ഗൈസ്, അത് തന്നെ. ഇതേ സമയത്താണ് നാട്ടിൽ പ്രായപൂർത്തിയായ സ്ത്രീകളെ മാത്രം കൊല്ലുന്നൊരു സൈക്കോ ഇറങ്ങുന്നത്. അതിനെ തുടർന്ന് സംഭവിച്ചിട്ടുള്ള ചില സ്ത്രീവധങ്ങൾ ഒരു കൊലപ്പുള്ളിയുടെ പ്രവൃത്തികളാണെന്ന് പോലീസ് സംശയിക്കുന്നു. നിരവധി സ്ത്രീകളാണ് ആ സൈക്കോയുടെ അക്രമം കാരണം മരണപ്പെട്ടിരിക്കുന്നത്. സോ ഈ സൈക്കോയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി 2 കോപ്സ് ആ കാട്ടിനുള്ളിലെ റിസോർട്ടിൽ വന്ന് താമസമാക്കുകയാണ്. ദിനേശ് ആൻഡ് ദിലീപ്. അവർ ആ സ്ത്രീകളുടെ മരണത്തിന് പിന്നിലെ സൈക്കോയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാവും. ഒരു പ്രമാദ കേസ് അന്വേഷിച്ചു വന്നതാണ്. പക്ഷെ അവർ അറിഞ്ഞിരുന്നില്ല ആ സ്ത്രീകളുടെ മരണത്തിന് പിന്നിൽ ഒരു സൈക്കോ അല്ല എന്ന്. ആ പ്രായപൂർത്തിയായ സ്ത്രീകളെ എല്ലാം കൊന്നിരുന്നത് ആ ഇരുട്ടിന്റെ മറവിൽ ആ കാടുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു ഭീകര സത്വമായിരുന്നു എന്ന സത്യം. ആ മോൺസ്റ്റർ അവിടെയുള്ള സ്ത്രീകളെ എല്ലാം നിർദാക്ഷിണ്യം കൊന്നുകളയുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ മോഡൽ രേഖ ഒരു ദിവസം രാത്രി ഫുഡൊക്കെ അടിച്ച് സെറ്റായി റിസോർട്ടിന്റെ വെളിയിൽ ഫുഡൊക്കെ ദഹിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നത്. പക്ഷെ ആ നടത്തം സ്ത്രീകളെ കൊല്ലാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ കാത്തിരുന്ന ആ മോൺസ്റ്ററിന്റെ അണ്ണാക്കിലേക്കാണെന്ന് മാത്രം അവൾ അറിഞ്ഞിരുന്നില്ല. യെസ് ഗൈസ്, അത് സംഭവിക്കുകയാണ്. ആ മോൺസ്റ്റർ വന്ന് രേഖയെ ആക്രമിക്കുകയാണ്. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്രാവശ്യം ആ മോൺസ്റ്റർ മറ്റു സ്ത്രീകളെ കൊന്നിരുന്നത് പോലെ രേഖയെ കൊന്നുകളയില്ല. പകരം അവളെ ആ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കും. ഇതോടെ റിസോർട്ടിൽ നിന്ന് രേഖയെ കാണാതായതും ദിനേശും ദിലീപും കുറച്ച് പോലീസുകാരും കൂടി ആ കാട്ടിലേക്ക് രേഖയുടെ മിസ്സിംഗ് അന്വേഷിച്ചിറങ്ങുകയാണ്. ആ അന്വേഷണത്തിലാണ് അവർ കാട്ടിനുള്ളിൽ കിടന്നിറങ്ങുന്ന ആ ഭീകര സത്യത്തെ കാണുന്നത്. ഉടനെ തന്നെ ദിനേശും ടീംസും ഒരു കയറെടുത്ത് അതിനെ കെട്ടിയിടും. ബട്ട് ഗൈസ്, അപ്പോഴേക്കും ആ മോൺസ്റ്റർ ഉറക്കം എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ കാട്ടിനുള്ളിൽ പോലീസുകാരും ആ മോൺസ്റ്ററും തമ്മിൽ വൻ യുദ്ധമാണ്. ഇതേ സമയം ആ കോപ്പ് ദിലീപ് രേഖയെ അന്വേഷിച്ച് അവളെ ആ മോൺസ്റ്റർ കൊണ്ടുപോയി ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അവിടുന്നാണ് നമ്മൾ എല്ലാവരും ഞെട്ടിക്കുന്നൊരു ട്വിസ്റ്റ് അറിയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം കണ്ട മോൺസ്റ്റർ ശരിക്കും ഒരു മോൺസ്റ്റർ അല്ല.
പകരം അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം റോബോട്ടാണ്. അതുണ്ടാക്കിയതാണെങ്കിലോ ജയിലിൽ നിന്ന് ചാടിയ രേഖയുടെ സയന്റിസ്റ്റ് ആയ ഡാഡി ജയിലിൽ ചാടിയതും അയാൾ ഭാര്യ ചതിച്ചതിൽ മാനസിക നില തെറ്റി സ്ത്രീകളെ മൊത്തം കൊല്ലുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ആ റോബോട്ട് ഉപയോഗിച്ച് തന്റെ മകൾ രേഖയെ ആ സയന്റിസ്റ്റ് അയാളുടെ താവളത്തിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞതോടുകൂടി കോപ്പ് ദിലീപ് പിന്നൊന്നും നോക്കിയില്ല. ആ ശാസ്ത്രജ്ഞന്റെ ശാസ്ത്രമേള മൊത്തം അടിച്ചു തകർക്കുകയാണ്. അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സും ആന്റിനാസും ഒക്കെ അടിച്ചു തകർക്കും. അതൊക്കെ തകർന്നതോടുകൂടി കാട്ടിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന മോൺസ്റ്റർ കത്തി എറിഞ്ഞ് തീരുകയാണ്. അവസാനം ദിലീപും ആ ശാസ്ത്രജ്ഞനും കിടന്ന് തല്ലുകൂടുന്നത് കണ്ട് രേഖ അത് തന്റെ ഡാഡിയാണെന്ന് അറിയാതെ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി ആ സയന്റിസ്റ്റിനെ ഒരു തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുകയാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പടം കഴിഞ്ഞ് വീണ്ടും ശബ്ദം കേൾക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.